ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പാസ്തയുടെ റെസിപ്പിയാണേ. നമ്മള് കുക്കിംഗ് അല്ലാതെ പാസ്ത മാത്രം വേവിച്ചെടുത്തിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പാസ്ത അത്ര ഹെൽത്തി അല്ല, എങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ പാസ്തയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിനൊരു കറക്റ്റ് പരുവമുണ്ട്. പരുവത്തിന് വേവിച്ച് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും ട്ടോ. ഒരുപാട് വെന്ത് പോവാതെ എന്നാൽ ഒരു മീഡിയം പരുവമുള്ള വേവില് ഇതൊന്ന് വേവിച്ചെടുക്കണം. പാസ്ത ആർക്കാണല്ലേ ഇഷ്ടമില്ലാത്തെ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ സോസ് റെഡിയാക്കാം. ആദ്യം തന്നെ കുറച്ച് തൈര് ഒഴിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മയണൈസ് ഉണ്ടല്ലോ, പുളിപ്പില്ലാത്ത മയണൈസ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ. പിന്നെ കുറച്ച് ഒറിഗാനോ ഉണ്ടല്ലോ, ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അത് ഏറെ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ പാസ്തയുടെ അളവിനനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക എരിവിനനുസരിച്ച്. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ആ ഒരു സോസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും നമ്മൾ ഫയർ ചെയ്തെടുക്കുന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഈ സോസ് റെഡിയാക്കി നമ്മൾ പാസ്ത വേവിച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സോസിൽ നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത നമുക്ക് കഴിക്കാം കേട്ടോ. ശരിക്കും നല്ല സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. മാഗിയെ പോലെ തന്നെ പാസ്ത എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇതൊന്ന് ഇങ്ങനൊരു സോസ് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളധികം കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ പാസ്ത മാത്രം കുക്ക് ചെയ്ത് സോസിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സോസ് നല്ല തൈര് നമുക്ക് മയോണൈസ് എടുക്കുകയാണെങ്കിൽ അതെന്താ അധികം പുളിപ്പില്ലാത്ത എടുക്കുകയാണെങ്കിൽ നല്ലൊരു മയോണൈസിൻ്റെ ആ ഫ്രഷ് ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.